അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിന്റെ കഥയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ദുസ്സഹമായ ജീവിതം നമ്മുടെ ഹാഷിമിനെ മാനസികമായും ശാരീരികമായും വല്ലാതെ തളർത്തി. ദിവസവും മനമൊരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹാഷിം ദിവസങ്ങൾ മുന്നോട്ട് നീക്കി. നാഥ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഒരു മോചനം എനിക്ക് നൽകണേ. ഇൻഷാ അല്ലാഹ് നിന്റെ വഴിയിൽ ഞാൻ സഞ്ചരിക്കാം ഇനിയെന്നും. ഇൻഷാ അല്ലാഹ്. ഹാഷിം മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഭാഗ്യമെന്ന് എന്ന് തന്നെ പറയാം. നമ്മുടെ ഹാഷിമിനെ കോടതിയിൽ ഹാജരാക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഹാഷിമിന്റെ ഉമ്മയുടെ പ്രാർത്ഥന ആ കോടതിയിൽ നിന്ന് ഹാഷിമിനെ വെറുതെ വിടാൻ വിധി വരികയാണ്. ജയിലിൽ നിന്നും സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ പുറത്തിറങ്ങിയ നമ്മുടെ ഹാഷിം വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. അല്ലാഹ് അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിഖും നീ, പാടുന്നിതാ ഞാൻ അവദാനങ്ങൾ. അല്ലാഹ് അഹദേയ ആരാധ്യനേ, ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിഖും നീ, പാടുന്നിതാ ഞാൻ അവദാനങ്ങൾ. അല്ലാഹ് അഹദേയ ആരാധ്യനേ. റൂമിലെത്തിയ ഹാഷിം നമ്മുടെ പഴയ കൂട്ടുകാരെല്ലാം നേരിട്ട് കാണുന്നു. അവരെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ വീണ്ടും റൂമിലേക്ക് സ്വീകരിക്കുകയാണ്. ഹാഷിമിനോട് നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫ പറഞ്ഞു, ഹാഷിം, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് കരുതുക. എന്തോ ഒരു നല്ലത് വരാനുണ്ട് എന്ന് മാത്രം ചിന്തിക്കുക. പോയ കാലം, പോയ ദിവസങ്ങൾ ഒന്നും തന്നെ ആലോചിക്കേണ്ട. എല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നല്ലൊരു ജോലി നിനക്ക് കിട്ടും. നമ്മുടെ പ്രിയ സുഹൃത്ത് ഹനീഫയുടെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ജോലി ഇൻഷാ അല്ലാഹ് റെഡിയാക്കാം. എല്ലാം റെഡിയാവും. നീ സമാധാനമായിരിക്കും. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാളോട് ചോദിച്ചിട്ടുണ്ട്. ഹാഷിമിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. നമുക്ക് ഉടനെ തന്നെ അയാളെ പോയി കാണണം. ഹനീഫയുടെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ ഹാഷിമിന് ഒരിക്കൽ കൂടി സന്തോഷമായി. യാ അല്ലാഹ്, എന്തെങ്കിലും നല്ലത് വരാനായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രാർത്ഥന എന്നോട് കൂടെ എപ്പോഴുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല ഇൻഷാ അല്ലാഹ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഹാഷിമും ഹനീഫയും ചേർന്ന് ആ സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ആ സുഹൃത്ത് അത്യാവശ്യം നല്ല ഒരു ബിസിനസ്മാനാണ്. അത്യാവശ്യം ഷോപ്പ്, അതുപോലെ തന്നെ അത്യാവശ്യം സ്ഥാപനങ്ങളെല്ലാം ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു മാനേജർ ആവശ്യമുണ്ടായിരുന്നു. ഹാഷിമിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപാടെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായി. അദ്ദേഹത്തിനോട് ഹാഷിമിൻ്റെ എല്ലാ കഥകളും പറയാൻ തുടങ്ങും. അപ്പോൾ അയാൾ പറയുകയാണ്, ഹാഷിം, ഒന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹാഷിമിനെ എൻ്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത്. ഏറെ നേരത്തെ സംഭാഷണത്തിന് ശേഷം അങ്ങനെ അവസാനം നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിന് അവിടുത്തെ മാനേജറായി ജോലി ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും അതിന് ഉതകുന്നതായിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം.
ഹാഷിമിൻ്റെ ഡോക്യുമെൻസുകൾ വാങ്ങിവെക്കുന്നു. അനന്തരം വിസക്കുള്ള എല്ലാവിധ പരിപാടികളും ചെയ്യുകയാണ്. ആദ്യത്തെ സ്പോൺസറുടെ വിസ ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്താൽ മാത്രമേ പിന്നെ അടുത്ത വിസ അടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അതിനുള്ള പേപ്പേഴ്സ് വർക്കുകളെല്ലാം അവർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ആദ്യത്തെ അറബിയെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാവിധ പഴയ സ്പോൺസറുടെ വിസ എല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവിടെ പുതിയ വിസ അടിക്കുകയാണ്. ഈ സമയം ഒരുപാട് ദിവസമായി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചിട്ട് ഹാഷിം അദ്ദേഹത്തോട് പറഞ്ഞു, ഹനീഫ, ഞാൻ എൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് ഒരുപാട് ദിവസമായി. ഹാഷിം, നീ പേടിക്കേണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഉമ്മയോട് ഞാൻ സംസാരിച്ചിരുന്നു. ഉമ്മാക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു സ്വപ്നം പോലെ അങ്ങ് മറന്നു കളയാം. അതാണ് നമുക്ക് നല്ലത്. വെറുതെ നമ്മുടെ പഴയ കാലം ആലോചിച്ചിട്ടൊന്നും നമുക്ക് നേടാനില്ല. നമ്മുടെ ഭൂതകാലം അത് കഴിഞ്ഞുപോയി. ഭാവിയിൽ നമുക്ക് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റും, വീടിനും നാടിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഹനീഫയുടെ ആശ്വാസ വാക്കുകൾ കേട്ടു. അങ്ങനെ പിറ്റേ ദിവസം അവൻ ഉമ്മയെ വിളിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മ എന്തൊക്കെയുണ്ട് ഉമ്മ? വിശേഷം? സുഖല്ലേ? മോനെ ഹാഷിമേ, മോനെ എത്ര ദിവസമായി വിളിച്ചിട്ട്? എൻ്റെ ചെങ്ങായി വിളിച്ചിരുന്നു. ചെങ്ങായി വിളിച്ചിട്ട് പറഞ്ഞു ജോലി തിരക്കാണെന്നാ പറഞ്ഞത്. മോനോട് സുഖല്ലേ? ഉമ്മ, എനിക്കിവിടെ സുഖമാണ്. ഉമ്മ ഭക്ഷണം മരുന്നൊക്കെ ശരിക്ക് കഴിക്കുന്നില്ലേ? മോനെ, മരുന്നൊക്കെ ശരിക്ക് കഴിക്കുന്നുണ്ട്. മോളിവിടെ അർഷിമോൾ ഉള്ളതുകൊണ്ട് ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഓളെല്ലാം ശരിക്ക് ചെയ്തു തരുന്നുണ്ട്. അൽഹംദുലില്ലാ. ഉമ്മ, എല്ലാം ശരിയാവും. പിന്നെ എനിക്ക് പുതിയ ജോലി കിട്ടിട്ടോ. ഞാൻ ജോലിയിൽ നാളെ ജോയിൻ ചെയ്യാണ്. മാഷാ അല്ലാ, എൻ്റെ കുട്ടിക്ക് നല്ല ജോലി കിട്ടിയല്ലോ. ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് എൻ്റെ കുട്ടീൻ്റെ കൂടെ. മോനൊരു കാര്യത്തിലും സങ്കടപ്പെടരുത്. ഇൻഷാ അല്ലാ എല്ലാം ശരിയായി. ഉമ്മാൻ്റെ കാരണം കൊണ്ടല്ലേ മോനിപ്പോൾ ഗൾഫിൽ പോകേണ്ടി വന്നത്. അതൊന്നും സാരമില്ല ഉമ്മ. അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ നല്ല ജോലി കിട്ടിയത്. അതൊക്കെ എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. ഉമ്മയുടെ ആശ്വാസവാക്കുകൾ കൂടി കേട്ടപ്പോൾ ഹാഷിമിന് വളരെയധികം സന്തോഷമായി. ഹാഷിം അള്ളാഹുവിനെ വീണ്ടും പ്രകീർത്തിച്ചുകൊണ്ട്, കടലിലും കരയിലും നിന്നിൽ കതിരിടും നിൻ കതിര്, കാണുന്നു നിന്നെയെന്നും കൽവിൽ മായാത്ത നിറവ്, പാരിൽ വിധാനിച്ച താരകപ്പൂക്കൾ, വലിയവനെ നിൻ തെളിവ്, കുഞ്ഞെന്ന വാക്കാൽ എല്ലാം പടച്ചോനെ, കാരുണ്യപ്പൂങ്കതിർ വീശണേ. അല്ലാ അഹദേയ ആരാധ്യനേ. അങ്ങനെ പുതിയ ജോലിയിൽ നമ്മുടെ ഹാഷിം വളരെ സന്തുഷ്ടവാനായിരുന്നു. നമ്മുടെ ഹാഷിമിൻ്റെ പരീക്ഷണ കാലഘട്ടം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം വളരെ നല്ല ശമ്പളവും അതുപോലെ തന്നെ നല്ല ജോലിയിലും ഇരിക്കുന്ന ഒരു മാനേജറാണ്. അപ്പോൾ ഹാഷിമിൻ്റെ മനസ്സിൽ നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ പ്രിയങ്കരിയായ സുഹറയുടെ ഓർമ്മ വീണ്ടും വരികയാണ്. മേലെ ഷഹബാൻ നിലാവിൻ്റെ ചിരിമാഞ്ഞു പോയി, എൻ്റെ ഷഹനായി പാടുന്നതാർക്കായി നീ, നിന്റെ പൊൻവീണയായി തീർത്ത പൊൻപന്തലിൽ എന്നു വരുമെൻ്റെ മണവാട്ടിയാസഖി, എൻ്റെ പുന്നാരമേ എങ്ങു പോയി മാഞ്ഞു നീ, എത്ര തേടും നിതാ നിന്റെ കാൽപ്പാടുകൾ, എൻ്റെ സുഹറാ എൻ്റെ സുഹറാ എൻ്റെ സുഹറാ
എൻ്റെ സുഹറ, എൻ്റെ കൽബിൻ്റെ മുത്തായ സുഹറ, എൻ്റെ ഇഷ്കിൻ്റെ ബഹറായ സുഹറ, എൻ്റെ കൽബിൻ്റെ മുത്തായ സുഹറ, എൻ്റെ ഇഷ്കിൻ്റെ ബഹറായ സുഹറ. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി. നമ്മുടെ ഹാഷിമിന് ജോലിയിൽ നല്ല സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്പോൺസറും ഹാഷിമിൻ്റെ ജോലിയിൽ വളരെ സന്തുഷ്ടനായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ കഥയിലെ മറ്റൊരു സംഭവബഹുലമായ ചരിത്രം നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ അവിടെ സൗദിയിലുള്ള ഒരു ഷെയ്ഖിൻ്റെ മകൾ നേരിട്ട് കാണുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ അവർക്ക് ഇഷ്ടമായി. ഹാഷിമിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ അവർ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഹാഷിം തൻ്റെ ആദ്യകാലത്തെ അനുഭവം, അല്ലെങ്കിൽ ഗൾഫിൽ വന്ന സമയത്തുള്ള അനുഭവം കൊണ്ട് ഹാഷിം അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനോ ഹാഷിം മുതിർന്നില്ല. യാ അല്ലാഹ്, വീണ്ടും ഒരു പരീക്ഷണമോ? ഇനിയൊരു പരീക്ഷണം കൂടി താങ്ങാനുള്ള കരുത്ത് ഈ ശരീരത്തിനില്ല. അൽഹംദുലില്ലാഹ്, അപ്പോൾ ഞാൻ ഒരു നല്ല ജോലിയിലാണ്. എല്ലാം കൊണ്ടും ബർക്കത്തുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്കൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ഉംറ ചെയ്യണം. ഹാഷിമിൻ്റെ ഉംറ ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഹാഷിം സുഹൃത്ത് ഹനീഫയോട് പറഞ്ഞു. ഹാഷിം, അതിനെന്താ, നമുക്ക് പോവാലോ, മക്കത്ത് പോവാലോ. മക്ക ഇവിടുന്ന് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്, എന്നാലും നമുക്ക് പോവാം. ഞാൻ വിചാരിച്ചതായിരുന്നു ഹാഷിമിനെ കൊണ്ട് ഉംറക്ക് പോകണം. ഏതായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനം നേരിൽ ദർശിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. മക്ക മദീന ഞാനോർത്തുപോയി, ഹക്ക് റസൂലിൻ്റെ നിനവിലായി. കഅബയെ വലം വെച്ച് പാറുന്ന കിളികളിൽ ഒരു കിളി ഞാനാകാൻ കൊതിച്ചുപോയി. മക്ക മദീന ഞാനോർത്തുപോയി, ഹക്ക് റസൂലിൻ്റെ നിനവിലായി. മക്കയിലെത്തിയ ഹാഷിം ഉംറ നിർവഹിച്ചു. ഹാഷിം അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. നാഥ, നിന്റെ ഭവനത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭാവി ജീവിതം സന്തോഷപൂരിതമാക്കണേ, എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റണേ. അല്ലാഹുവേ, ജോലിയിൽ ബർക്കത്ത് നൽകണേ. ഹാഷിം ഉംറ നിർവഹിച്ചുകൊണ്ട് നേരെ മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോകുന്ന ഹാഷിമിന്റെ മനസ്സിൽ ഈ വരികൾ വേഗം തന്നെ എത്തി. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ ഓരിലയായെങ്കിൽ, ഹക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തണ കാറ്റലയായെങ്കിൽ, മുമ്പരാമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നുവെങ്കിൽ, അന്നു പിറന്നുവെങ്കിൽ,
മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഹാഷിം അങ്ങനെ മദീനയിൽ റൗള ഷെരീഫിൽ നമ്മുടെ മുത്തുനബിയുടെ ചാരത്തെത്തുകയാണ്. മുത്തുനബിയുടെ ചാരത്തെത്തിയ ഹാഷിം അവിടെ നിന്ന് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് നബിയുടെ ചാരത്ത്, നബിയുടെ സമീപത്ത് ഒന്ന് വന്നു നിന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാൻ വേണ്ടി. നാഥ, നീ ഇവിടെ എത്തിച്ചല്ലോ, മുത്തുനബിയുടെ ചാരത്ത് എന്നെ നീ എത്തിച്ചു. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. അവിടെ വന്ന് തിരുമുമ്പീന്ന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ. കരീമായോനേ റഹീമായോനേ എൻ്റെ കൊതി വീട്ടി താ റഹീമായോനേ. മദീന റൗള മുനവ്വറയിൽ അന്തി ഉറങ്ങും ത്വാഹ റസൂലേ സലാം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം നമ്മുടെ മുത്തുനബിയുടെ ചാരത്തെത്തിക്കൊണ്ട് നമ്മുടെ മുത്തുനബിയോട് സലാം പറയുകയാണ്. ഹാഷിം പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. നാഥ, മുത്തുനബിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എൻ്റെ ഭാവി ജീവിതം നന്നാക്കി തരണേ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ, മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിൻ്റെ കഥ നമ്മൾ തൽക്കാലം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നാളെ വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താനും എല്ലാം സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഷെയർ, സബ്സ്ക്രൈബ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.